അടുത്തൊരു അപ്ഡേറ്റ്. ഇന്ന് മെയ് 23, 2025. ഇത് നമ്മുടെ വെണ്ടയ്ക്ക പ്ലാന്റ്സ് എല്ലാം കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി എത്രയും ദിവസം ഇത് നിൽക്കുമെന്ന് എനിക്കറിയില്ല. അന്ന് വിത്തിന് വേണ്ടിയിട്ട് ഒരു വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നാൽ ആ വിത്തെല്ലാം മുളച്ചിട്ടുണ്ട്. താഴെ ഗ്രോ ബാഗല്ല, ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വഴുതനങ്ങയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ എന്തോ ഒരു ഇൻസെക്റ്റ് വന്നിട്ട് ഇതിൻ്റെ ലീഫെല്ലാം കടിച്ചു പോകണം. ഇന്ന് സ്പ്രേ ബോട്ടിൽ കിട്ടും, ഓർഡർ ചെയ്ത്. എല്ലാറ്റിനും അടിക്കണം. ഇനി മരുന്ന് അടിക്കണം. നീം ഓയിൽ അടിക്കണം. വേറെ മരുന്നല്ല, ഓർഗാനിക് നീം ഓയിൽ. ഒരുപാട് വീഡ്സ്. വെണ്ടയ്ക്ക ഏകദേശം ഒരു 1-2 ദിവസം കൂടുമ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ അതിലും കൂടുതൽ വെണ്ടയ്ക്ക കിട്ടാറുണ്ട്. ടെറസിലുള്ളതിലാണ് കിട്ടുന്നത് കേട്ടോ. താഴെ ഞാൻ ഗ്രോ ചെയ്യണതിൽ അങ്ങനെ പിടിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യണം. ഇതിൽ ഈ ടെറസിലാകുമ്പോൾ അത്ര ഇൻസെക്റ്റ് അറ്റാക്ക് ഇല്ല. പിന്നെ പടവലങ്ങ ഇത് കുറച്ച് വീണ്ടും ഗ്രോ ആയിട്ടുണ്ട്. ഞാനന്ന് പറഞ്ഞില്ലേ, കാറ്റർപില്ലറെ അറ്റാക്ക് ചെയ്തിട്ട് ആകെ ഓൾമോസ്റ്റ് നശിച്ചതായിരുന്നു. ഇത് വീണ്ടും ഒരു ലൈഫ് ഇതിന് കിട്ടിയ പോലെ ഒരു പടവലങ്ങ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു റൂട്ട് റോട്ട് സംഭവിച്ച ഒരു പ്രാവശ്യം വെള്ളം കെട്ടി നിന്നിട്ട് ഇത് റൂട്ട് റോട്ട് സംഭവിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. അത് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരുന്നു. ഏകദേശം 1 മാസം വരെ ഒരു ഗ്രോത്തും ഉണ്ടായിരുന്നില്ല. അപ്പം അത് വീണ്ടും ഗ്രോ ആയി വരുന്നുണ്ട്. ഒരു എന്താ പറയുക, കുറച്ച് എക്സ്പെക്റ്റേഷൻ തരുന്നുണ്ട്. നമുക്ക് നോക്കാം, രക്ഷപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് തരാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. പിന്നെ തക്കാളി ഗ്രോ ബാഗിലിട്ടിട്ടുണ്ട്. ഉണ്ട്, തക്കാളിയുടെ വിത്ത്. ഇപ്പം മഴ ഉണ്ട്, അത് കാരണം അധികം എനിക്ക് വാട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊരു എന്താ പറയുക, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 100-120 പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളത്. അത് മിക്കവാറും അടുത്ത ആഴ്ച കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കാം, ഹെൽപ്പ് ആവുകയാണെങ്കിൽ. നമ്മുടെ നടുവിന് കുറച്ച് സപ്പോർട്ടാണ്. അതുകൂടാണ്ട് താഴെ നമ്മുടെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് അത് കളയാൻ വേണ്ടിയിട്ടൊരു ഹാൻഡ് വീഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു ഞാൻ. ഈ സ്പ്രേയറും പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ട്. ആമസോണിൻ്റെ സജഷനിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കമ്മാട്ടി എന്നൊക്കെ പറയില്ലേ, എന്താ എന്തോ അതിൻ്റെ പോലെ ഇരിക്കും അത്. അപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്താലോന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മളുടെ ഇവിടെ കുറച്ച് റോക്കി സോയിലായ കാരണം അതിൽ എഫക്റ്റീവാണെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ കൈ പുല്ലെല്ലാം പറിക്കണേ ഇവിടുത്തെ മൊത്തം. അപ്പോൾ കുറച്ച് പണിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചെറിയ എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിലേ നമ്മൾ കൈമിൽ കടിക്കുക എന്നുള്ളൊരു പേടിയും ഉണ്ടാവും എപ്പോഴും. ഇത് കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. നമ്മൾ ഈ ഹാൻഡ് വീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ ഹാൻഡിലുള്ള ഒരു 4-5 അടിയുടെ ഹാൻഡിൽ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയുടെ വിത്ത് കിട്ടിയിരിക്കുന്നത് ഇപ്പി നൂഡിൽസിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത്. അപ്പോൾ
അപ്പോൾ അതിൽ നട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല. അത്ര 10-15 ഇട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊന്ന്, ഇതും ഒന്നാണെന്ന് തോന്നുന്നു. ഇതൊരെണ്ണുണ്ട്. ഇത്രേ കാണാനുള്ളൂ. 4 എണ്ണം പിടിച്ചിട്ടുള്ളൂ. അതെ. പിന്നെ ഇവിടെ മാവ് വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതിപ്പോൾ പിടിച്ചു കിട്ടാ. എന്താ ലീഫെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ആകെ കുഴഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെണ്ട എല്ലാം ആകെ എന്തോ ഒരു കാറ്റർപില്ലർ പോലൊരു സാധനം വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് എല്ലാ ലീഫും തിന്നും. ഒന്നും കിട്ടുന്നില്ല. ഇതാണ് ഡിഫറൻസ്. നമ്മൾ ടെറസ് ഗാർഡൻ പിന്നെ സോയിൽ ഗാർഡനിങ് തമ്മിൽ. സോയിലല്ല, ഗ്രൗണ്ട് ഗാർഡനിങ്. അവിടെയും സോയിൽ തന്നെയാണല്ലോ, ടെറസിലും സോയിൽ തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. ചിലപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും. പിന്നെ വാഴ, അതിൽ ഒരു ഇത് വരുന്നുണ്ട്, കൊല കണ്ട, പിങ്ക് കളറിൽ. കുറേ ദിവസമായി ഇത് തോന്നുന്നു, 10 മാസത്തിലും കൂടുതലായി. നല്ല കൊലയൊക്കെ വരുന്ന സമയം കഴിഞ്ഞു. നമ്മൾ ലേറ്റായി ആക്ച്വലി. ഇത് വെള്ളം മര്യാദയ്ക്ക് കൊടുക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഡ്രിപ്പ് വരുമ്പോൾ നോക്കാം. അവിടേക്കൊന്നൊരു ഡ്രിപ്പ് ഇടാൻ പറ്റുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രോബ്ലം സോൾവ് ആവും. ഇത് നമ്മുടെ തക്കാളി. ഇത് നല്ല ചെറിയ പൂക്കളുടെ ബഡ്സ് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് അന്ന് ലേഡീസ് ഫിംഗർ പറഞ്ഞ വിത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വിത്ത് എല്ലാം മുളച്ചു. ഇത്രയും വിത്ത് കിട്ടി, മുളച്ച് കിട്ടി. ഇത് ഞാനന്ന് പറഞ്ഞില്ലേ, സ്വീറ്റ് പൊട്ടറ്റോ. അന്ന് കുറച്ച് എടുത്തിട്ട് ഞാനിവിടെ നട്ടു നോക്കിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത് നോക്കി, ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് അടിയിൽ. പിന്നെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് പാഷൻ ഫ്രൂട്ട്, വേറെ ഒരു ജാതി. ഞാൻ പറഞ്ഞില്ലേ, ചെറിയതാണത്. നമ്മുടെ ലുലു മോളിൽ കിട്ടിയതാണ്. നല്ല സ്വീറ്റായിരുന്നു. ബാക്കി നമ്മളുടെ സാധാരണ പാഷൻ ഫ്രൂട്ടൊക്കെ ഒരു പുള്ളിയല്ല ഉണ്ടാവുക. ഇത് പുള്ളിയലായിരുന്നില്ല, ഒരു തരം ഭയങ്കര സ്വീറ്റായിരുന്നു. ഫ്രൂട്ടും കാണാനൊരു യെല്ലോ കളറാണ്, ചെറുതും യെല്ലോ ആയിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനി പിന്നെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി നടണം. ബ്രിഞ്ചോളും നിറച്ചു ഉറുമ്പായിരുന്നു. ഇപ്പോഴുണ്ട്. കയ്പയ്ക്കൊക്കെ തന്നെ പൊടിച്ച് വരണം കേട്ടോ. പിന്നെ കോക്കനട്ട്, എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടോ. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനുള്ളിൽ റെഡിയാവും. ഫസ്റ്റ് ടൈം ഹോം ഗ്രോൺ കോക്കനട്ട് കഴിക്കാനുള്ളൊരു ചാൻസ് കിട്ടും. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 8:45 ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്നുള്ളൂ. അപ്പോൾ വേഗം ഒന്ന് വന്നിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാഷൻ ഫ്രൂട്ട് കണ്ടോ ഇവിടെ, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. അവിടെ ഉള്ളിൽ അവിടെ കാണാണ്ടോയെന്നറിയില്ല, അവിടെ ഒരു പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്.
പഴുക്കാറായിട്ട്. അത് പിങ്ക് കളറിലെ പാഷൻ ഫ്രൂട്ടാണ്. ഇന്നലെ കുറച്ച് മുളക് കിട്ടിയതുമേ. ഇതിന് കുറേ ദിവസമായിട്ട് പുതിയ തളിര് വരുന്നുണ്ടായിരുന്നില്ല. കുറേ വെള്ളമെല്ലാം ഒഴിച്ചു നോക്കി, രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴ പെയ്തപ്പോൾ കണ്ടോ നിറച്ചു. പക്ഷേ ഇതിൻ്റെയും ലീഫ് എന്തോ സാധനം വന്നിട്ട് ഇങ്ങനെ കടിച്ചു പോകണം. ട്രിപ്സാണ്, വേറെ കുറേ സംഭവങ്ങളുണ്ട്. മാംഗോ ലീഫ് കട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്. ചിലപ്പോൾ അതാവും, പറയാൻ പറ്റില്ല. അത് നമ്മൾ എപ്പോഴും ഇതിനെ നീം ഓയിൽ അടിച്ചുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു പോവും. അതാണ് സംഭവം. നമ്മൾ ഈ ലീഫിനെ സേവ് ചെയ്തില്ലെങ്കിൽ. എന്തായാലും ഇന്ന് സ്പ്രേ ബോട്ടിലെത്തും, ഇന്ന് തന്നെ അടിക്കാൻ തുടങ്ങണം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക് മുതൽ നല്ല ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ ശരി, എന്നാൽ അടുത്ത അപ്ഡേറ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം.